ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ സച്ചിയും കൊണ്ട് മഹേഷ് കാർ ഷോറൂമിൽ വരികയാണ് ടെസ്റ്റ് ഡ്രൈവിങ്ങിനായിട്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എടാ ഞാൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നീ അങ്ങ് ടെസ്റ്റ് ഡ്രൈവിംഗ് ഒക്കെ ചെയ്താൽ മതി എന്ന് പറയും. എന്നാലും നീ ചെയ്യ് എന്ന് പറയും. എന്നാലും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന വണ്ടിയായിരുന്നൊക്കെ പറയുന്നുണ്ട് സച്ചി. എന്നാ പറയും, എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും അവസാനം ആ വണ്ടി നിൻ്റെ കയ്യിൽ തന്നെ വന്നില്ലെന്ന്. നീ എന്താ ഈ പറയുന്നേക്ക്? അല്ല, ഓടിക്കാനാണെങ്കിലും നിൻ്റെ കയ്യിൽ ഇപ്പം കിട്ടിയല്ലോ എന്ന് പറയും. എന്നാലും സച്ചി വണ്ടിയെ കയറി ഇരുന്ന് വണ്ടി ഓടിച്ച് നോക്കുകയാണ്. അപ്പോൾ സച്ചിക്ക് ഒരുപാട് സങ്കടമുണ്ട് ആ വണ്ടി നഷ്ടപ്പെടുത്തുന്നതിന്. അതിലായിട്ടെങ്കിൽ ഒരുപാട് തഴുകിയൊക്കെ ഇട്ടിരുന്നാണ് വണ്ടി ഓടിക്കുന്നത്. അന്നേരം ഓടിച്ചങ്ങ് പോയി കഴിയുമ്പോഴത്തേന് സന്തോഷമാകുന്നുണ്ട് രേവതിക്കും മഹേഷിനും. നീ വരുന്നില്ലേ എൻ്റെ കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സച്ചി. അന്നേരത്തേന് പറയും, ഇല്ല അതിനുള്ള സമയമായില്ലടാ എന്ന് പറയും. അതെന്താ നീ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ട് രേവതി ഇവിടെ നിന്ന് ഞെട്ടുന്നൊക്കെ ഉണ്ട്. അന്നേരം പിന്നെ സച്ചി തന്നെ പോയി വണ്ടിയൊക്കെ ഓടിച്ചേച്ച് തിരിച്ചു കൊണ്ടുവന്ന് ഷോറൂമിലിടും. അന്നേരം സച്ചിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ആ വണ്ടി. എന്നിട്ട് വന്നിറങ്ങി മഹേഷിനോട് പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാ, നല്ല വണ്ടിയാണ്, അന്നേരം ധൈര്യമായിട്ട് മേടിച്ചോളാൻ പറയും. ഉടനെ മഹേഷ് അവിടെ നിന്ന് ഉറക്കെ പറയുന്നുണ്ട്, അപ്പം നിനക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടല്ലേ, അപ്പം മേടിക്കാമല്ലേ, ധൈര്യമായിട്ട് മേടിക്കാമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും. എടാ നീ എന്തിനാ ഇതിന് ഒച്ച വെക്കുന്ന ചോദിക്കും. അല്ല, നല്ലൊരു കാര്യമാകുമ്പോൾ നമുക്ക് ഉറക്കെ പറയുന്നത് നല്ലതല്ലേടാ എന്നൊക്കെ ചോദിക്കുക. എന്നാൽ ഞാനും ഒട്ടും കുറയ്ക്കുന്നില്ല, ഞാനും ഉറക്കെ പറഞ്ഞേക്കാമെന്ന് പറഞ്ഞ് സച്ചി ഉറക്കെ പറയുന്നുണ്ട്. എനിക്ക് ഈ വണ്ടി ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല വണ്ടിയാണ്, ധൈര്യമായിട്ട് എടുത്തോളാനൊക്കെ പറയും. എന്നിട്ട് സച്ചി ഉടനെ അങ്ങ് പോകുന്നുണ്ട്. ഉടനെ രേവതി ഓടി വന്ന് മഹേഷിനോട് പറയുന്നുണ്ട്, എന്തായാലും സച്ചിയേട്ടന് ഒരുപാട് ഇഷ്ടപ്പെട്ടല്ലോ, ഇനിയിപ്പം നാളത്തേക്ക് ഇത് നമുക്ക് മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് രേവതി. പിന്നെ സച്ചി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് രേവതി ഇങ്ങനെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. എന്നിട്ട് നോക്കിയിരിക്കും സച്ചിക്കേട്ട. അപ്പോൾ സച്ചി ചോദിക്കുക, എന്താ നീ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? അല്ല, സച്ചിയേട്ട ആഹാരം കഴിക്കുന്ന കാണാൻ നല്ല ഭംഗിയെന്ന് പറയും. നല്ല ഭക്ഷണമായതുകൊണ്ട് അങ്ങനെ ഞാൻ കഴിക്കുമ്പം കാണാൻ ഭംഗി എന്ന് പറയും. അഴുക്ക് ഭക്ഷണമാണെങ്കിൽ അത് അത്രയും കൊള്ളുകയില്ലെന്ന് പറയും. ഞാൻ അഴുക്ക് ഭക്ഷണമൊന്നും ഉണ്ടാക്കാറില്ല എന്ന് രേവതി പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് ഈ നാളെ ഒരിടം വരെ പോകണമെന്ന് പറയും. എവിടെയാണെന്ന് ചോദിക്കും. അതെന്തായാലും നാളെ പോകുമ്പം പറയാമെന്ന് പറയും. എന്ന് പറഞ്ഞ് രേവതി അങ്ങ് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഉടനെ സച്ചി ഇരുന്ന് ഓർക്കുന്നുണ്ട്, എവിടെ പോകാനായിരിക്കും ഇവള് പറഞ്ഞിരിക്കുന്നത്, എവിടെയാണെങ്കിലും രാവിലെ പോയേക്കാം എന്ന് സച്ചിയും മനസ്സിലോർക്കും. പിന്നെ രാവിലെ തന്നെ രേവതി കുളിച്ചൊരുങ്ങി സുന്ദരിയായിട്ട് നിൽക്കുകയാണ്. അന്നേരത്തേന് സച്ചി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ സച്ചി ചോദിക്കും, ആഹാ നീ ഇന്ന് നല്ലതായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ, ഓട്ടോയൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്ന പോലെ എന്ന് പറയും. ഞാൻ സ്വന്തം ഭാര്യയെ ഓട്ടോ ആയിട്ടൊക്കെ താരതമ്യം ചെയ്യുന്നവരെ ഞാൻ ആദ്യമായിട്ട് കാണുക എന്നൊക്കെ പറയും. അതല്ല, നീ ഒത്തിരി സുന്ദരിയായിട്ടുണ്ടെന്നാണ് പറഞ്ഞെന്ന് പറയും. അതങ്ങ് സൂഹിക്കുന്നുണ്ട് രേവതിക്ക്. എന്നിട്ട് പറയും, സച്ചിയേട്ടൻ ഒരുങ്ങല്ലേ, വാ നമുക്ക് പോകാമെന്ന് പറയും. ഞാൻ വരുന്നില്ലെന്ന് പറയും. എവിടെയാണെന്ന് ചോദിക്കുക. അമ്പലത്തിലാണ്, നമ്മൾ ഇന്നാൾ പോയ അമ്പലത്തിലാന്ന് പറയും. അത് ഏത് അമ്പലമാണ്? നിന്നെ എടുത്തുകൊണ്ട് പോയ അമ്പലമാണെങ്കിൽ ഞാനില്ല, എനിക്ക് വയ്യ, നിന്നെയും ചുമ്മിക്കോട്ട് നടക്കാമെന്ന് പറയും. അണ്ണെ പറയും, അതൊന്നുമില്ല, നമ്മൾ ഇന്നാൾ രണ്ടാമത് കല്യാണം കഴിച്ചില്ലേ ആ അമ്പലത്തിലാന്ന് പറയും. ഓ, ഇനി മൂന്നാമത് കല്യാണം കഴിക്കാനാണോ എന്ന് ചോദിക്കും. അതൊന്നുമല്ല, സച്ചിയേട്ടൻ വന്നേ പറ്റത്തുള്ളെന്ന് പറയുന്നുണ്ട്. ഞാൻ വരുന്നില്ല, എനിക്ക് സ്റ്റാൻഡിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് സച്ചി ഒത്തിരി ഒഴിവ് പറയും. പക്ഷേ രേവതി സമ്മതിക്കത്തില്ല, വന്നേ പറ്റത്തുള്ളൂ, സച്ചിയേട്ടനെയും കൊണ്ട് എല്ലാവന്നും ഞാൻ അവിടെ നേർന്നതാണ്, കഴിഞ്ഞ ദിവസം പൂമാലടങ്ങിയ വണ്ടി കാണാൻ പോയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചതാണ്, വരണമെന്ന് പറയും. നീ എന്നാണ് ദൈവത്തിനൊരു ലീവ് ലെറ്റർ കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് സച്ചി. അതൊന്നും പറ്റത്തില്ല, സച്ചിയേട്ടൻ വന്നേ പറ്റത്തുള്ളൂ, ദൈവഭാഗത്ത് ഞാൻ പറഞ്ഞതല്ലേ, അപ്പം പിന്നെ അതൊന്നും തെറ്റിക്കാൻ പറ്റത്തില്ല, വന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് സച്ചിയെ നിർബന്ധിച്ച് രേവതി കൊണ്ടുവന്ന് തുടങ്ങുകയാണ്. അവസാനം സച്ചി പറയും, എന്നാൽ ശരി വരാമെന്ന് പറഞ്ഞ് ഒരുമിച്ച് അങ്ങ് പോവാണ്. പിന്നെ കാണിക്കുന്നത് അമ്പലമാണ്. അമ്പലത്തിൻ്റെ മുമ്പിൽ രേവതിയുടെ അമ്മയും അനിയത്തിയൊക്കെ പൂ കച്ചവടമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് രേവതിയും സച്ചി അങ്ങോട്ട് വന്ന് ഇറങ്ങുന്നുണ്ട്. അന്നേരം ഇവർക്ക് സന്തോഷമാകുന്നുണ്ട്. അന്നേരം ഇറങ്ങി വരുമ്പോൾ സച്ചിക്ക് ആകെ ഒരു ബുദ്ധിമുട്ടാണ് രേവതിയുടെ അമ്മയോടൊക്കെ സംസാരിക്കാൻ. പക്ഷേ അവർ ഉടനെ ഇറങ്ങി വന്ന് മോനെ വാ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അന്നേരം സച്ചി പിന്നെ ഇറങ്ങി ചെന്ന് എല്ലാവരോടും സംസാരിക്കുകയൊക്കെ ചെയ്യും. എല്ലാം റെഡിയല്ലേ എന്നൊക്കെ രേവതി വന്ന് അനിയത്തിയോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പറയും, എല്ലാം റെഡിയാന്ന് പറയും. അന്നേരം എല്ലാം പൂജയൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാം റെഡിയാണ് ചേച്ചി, പൂജയൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇനി വന്നാൽ മതി എന്ന് പറയും. അപ്പോൾ രേവതിയുടെ അമ്മ സച്ചിയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോനെ ഇപ്പം അങ്ങോട്ടൊന്നും വരാത്തേ എന്ന് പറയും. അതമ്മേ ഞാൻ ആകെ തിരക്കില്ലല്ലേ, അതുകൊണ്ടാന്ന് പറയും. എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ അങ്ങോട്ട് വരണം കേട്ടോ എന്നൊക്കെ രേവതിയുടെ അമ്മ സച്ചിയോട് പറയും. വരാമേ എന്നൊക്കെ പറയും. പിന്നെ ഇവരെല്ലാവരോട് സംസാരിച്ചുകൊണ്ട് നേരെ അമ്പലത്തിനകത്തേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോഴത്തേന് സച്ചി നോക്കുമ്പോഴത്തേന് ആ കാർ അവിടെ കിടപ്പുണ്ട്. ഈ കാർ എന്താ ഇവിടെ കിടക്കുന്നത്, ഇന്നലെ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് നടത്തിയ കാറല്ലേ എന്നൊക്കെ സച്ചി മനസ്സിൽ ഓർക്കുന്നുണ്ട്. ഇനിയിപ്പം അതെന്താ ഇവിടെ പൂജിക്കാൻ കൊണ്ടുവന്നായിരിക്കും എന്നൊക്കെ ഓർക്കുന്നുണ്ട് സച്ചി. അന്നേരത്തേന് മഹേഷ് അങ്ങോട്ട് കയറി വരും. എടാ നീ എന്താ ഇവിടെ, നിൻ്റെ കൂട്ടുകാരൻ ഇവിടെ ആണോ വണ്ടി പൂജിക്കാൻ കൊണ്ടുവന്നതെന്നൊക്കെ ചോദിക്കും. അന്നേരത്തേന് സച്ചിയോട് മഹേഷ് പറയും അതേന്ന് പറയും.
നിൻ്റെ കൂട്ടുകാരൻ വണ്ടി മേടിച്ചല്ലേ എന്ന് പറഞ്ഞാൽ രേവതി കൈ കൊണ്ട് കാണിക്കുന്നുണ്ട്. ആ മേടിച്ചെന്ന് പറയുന്നു. എന്നെ പറയും അതെ മേടിച്ചു, അതുകൊണ്ട് പൂജിക്കാൻ ഇവിടെ വന്നതാണെന്ന് മഹേഷും പറയും. അപ്പോൾ അങ്ങോട്ട് രേവതിയുടെ അനിയത്തി ഒരു പൂമാലയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അത് എന്നിട്ട് മഹേഷും ദൈവവും കൂടി അത് വണ്ടിയിലൊക്കെ ചാർത്തും. അപ്പം സച്ചി ചോദിക്കും നിങ്ങൾ എന്തിനാണ് വല്ലവരുടെയും വണ്ടിയിൽ പൂമാലയൊക്കെ ചാർത്തുന്നത്? അപ്പം മഹേഷ് പറയും അവർ ഓർഡർ തന്നതായിരുന്നു പറയും. എന്നാൽ ശരി എന്ന് പറഞ്ഞ ഉടനെ ഇവർ രണ്ടുപേരുടെ അതൊക്കെ തൂക്കിയൊക്കെ ഇടുന്നുണ്ട്. സച്ചി അതൊക്കെ നോക്കി സങ്കടത്തോടെ നിൽക്കുകയാണ്. ആ സമയത്ത് പൂജാരി അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് പൂജാരി എന്താ ഉണ്ട് സച്ചി വിശേഷം, സുഖമല്ലേ എന്നൊക്കെ ചോദിക്കും. അന്നേരത്തേന് സച്ചി സന്തോഷത്തോടെ കുഴപ്പമില്ല എന്നെയൊക്കെ പോകുന്നു എന്നൊക്കെ പറയും. എന്തായാലും എല്ലാം നല്ലതായിട്ട് വരുന്നുണ്ട്, എല്ലാം നല്ല കാര്യങ്ങൾ സംഭവിക്കും എന്നൊക്കെ പറയും. എന്ത് സംഭവിക്കാനാ തിരുമേനി എന്നൊക്കെ സച്ചി ചോദിക്കും. എന്ന് പറയും ഇതുപോലുള്ള ഇനി എന്തെല്ലാം കാര്യങ്ങൾ നടക്കാനിരിക്കുന്നു എന്ന് പറഞ്ഞ് കാറിന് നേരെ കൈ ചൂണ്ടുന്നുണ്ട്. അന്നേരത്തേനും സച്ചി ചോദിക്കും അതെന്താ പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഇവർ അതൊക്കെ പിന്നീട് ഇപ്പം മനസ്സിലായിക്കോളും എന്നൊക്കെ രേവതി പറയും. അത് കഴിയുമ്പോഴത്തേന് പൂജാരി ആ കാറൊക്കെ പൂജിക്കുകയാണ്. പൂജിച്ച് സച്ചി രേവതിയെ വിളിക്കും. എന്നിട്ട് പറയും രേവതി വന്ന് ഈ കാറിൻ്റെ ചാവി മേടിക്കാൻ പറയും. ഉടനെ സച്ചിയുടെ കയ്യെ പിടിച്ച് രേവതി മുമ്പിലോട്ട് വരും. അപ്പം സച്ചി ചോദിക്കും എന്തിനാ പൂജാരി കാറിൻ്റെ ചാവി രേവതിയുടെ കൊടുക്കുന്നതെന്ന്. ഉടനെ മഹേഷ് പറയുന്നുണ്ട് അതേടാ ഈ കാറ് എൻ്റെ ഫ്രണ്ട് മേടിച്ചെന്ന് പറഞ്ഞില്ലേ, ആ ഫ്രണ്ട് വേറെ ആരുമല്ല നീയാണെന്ന് പറയും. ഞാനെങ്ങനെ മേടിക്കുന്ന കാര്യമാടാ നീ പറഞ്ഞെന്ന് ചോദിക്കും. എടാ അതെ ഈ കാർ നിനക്ക് രേവതി മേടിച്ചതെന്ന് പറയും. രേവതി പറഞ്ഞിട്ടാണ് ഞാൻ നിന്നെ വിളിച്ച് ടെസ്റ്റ് ഡ്രൈവിങ്ങിനൊക്കെ കൊണ്ടുപോയത് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം സച്ചി രേവതിക്കിട്ടൊന്ന് നോക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേന് ഇവർ കാറിൻ്റെ താക്കോലൊക്കെ രേവതി മേടിച്ച് കഴിഞ്ഞിട്ട് സച്ചിയെ നോക്കുന്നുണ്ട്. സച്ചിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും രേവതിക്ക് എവിടുന്നാ പൈസ എന്നൊക്കെ ചോദിക്കും. എന്ന് പറയും പൂമാല കിട്ടിയ പൈസ കിട്ടിയില്ലായിരുന്നോ, അതാണ് ആ പൈസ വെച്ചാണ് മേടിച്ചെന്നൊക്കെ പറയും. അത് മൊത്തം എടുത്തോന്ന് ഉടനെ സച്ചി ചോദിക്കുന്നുണ്ട്. അത് മൊത്തം എടുത്തു. എന്തായാലും സച്ചിയേട്ടൻ ഇങ്ങനെ ഓട്ടോ ഓടിച്ച് നടക്കുന്നതൊന്നും എനിക്ക് സഹിക്കുന്നില്ല എന്ന് പറയും. അപ്പം രേവതിയുടെ അമ്മയും പറയുന്നുണ്ട് മോനെ നീ ഇങ്ങനെ ഓട്ടോ ഓടിച്ച് നടക്കുന്നത് ഞങ്ങൾക്ക് എങ്ങനെ സഹിക്കാനാ, ഞങ്ങൾക്കത് കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറയും. എനിക്കൊരു ബുദ്ധിമുട്ടില്ല അമ്മയെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. എടാ എന്തായാലും രേവതി നിനക്ക് സന്തോഷത്തോടെ മേടിച്ച് തന്നാൽ അതുകൊണ്ട് നീ ഇത് സന്തോഷത്തോടെ അങ്ങ് സ്വീകരിച്ചാൽ മതി എന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേന് സച്ചിക്ക് അങ്ങ് സന്തോഷമാണ്. എന്നാൽ രേവതിയോട് ഒരുപാട് സ്നേഹവും തോന്നുന്നുണ്ട്. രേവതിയാണെങ്കിൽ സന്തോഷത്തോടു കൂടി എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴത്തേന് തിരുമേനി പറയുന്നുണ്ട് ലക്ഷ്മി ഇവരുടെയൊക്കെ രണ്ടുപേർക്കും കണ്ണുദോഷം തട്ടാതിരിക്കുന്നതിനൊക്കെ ഉള്ളതൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങ് പോകും തിരുമേനി. അന്നേരം പിന്നെ ലക്ഷ്മി എന്ന് പറയുന്ന രേവതിയുടെ അമ്മ ചെന്ന് ഇതുപോലെ കണ്ണുദോഷം മാറാനുള്ള തേങ്ങയും കർപ്പൂരമൊക്കെ എടുത്തുകൊണ്ട് വന്ന് രേവതിയും സച്ചിയും അടുത്ത് നിർത്തിയിട്ട് ഒഴിയുകയാണ്. അങ്ങനെ ഒഴിയുമ്പോഴത്തേന് സച്ചിയും രേവതിയുടെ കയ്യിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.